നമസ്കാരം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പിനെ ലോകത്തുള്ള പല പ്രമുഖരും കാര്യമായി തന്നെ ഉറ്റുനോക്കുന്നു, വിലയിരുത്തുന്നു. ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ ഇത്തരം വിലയിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് എന്നാൽ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പാണ്. 2019 തെരഞ്ഞെടുപ്പിനെ പ്രാദേശിക പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് എന്നായിരുന്നു പ്രമുഖ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ മാർക്ക് ടൂളി വിശേഷിപ്പിച്ചത്. ഒരു വലിയ ദേശീയ തെരഞ്ഞെടുപ്പ് എന്നതിനേക്കാൾ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളുടെ ഒരു കൂടിച്ചേരലാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. 2019 BJP മേധാവിത്വം പുലർത്തിയെങ്കിലും പ്രാദേശിക പാർട്ടികളുടെ പ്രഭാവവും രേഖപ്പെടുത്തപ്പെട്ടു. അതേസമയം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് നൊബേൽ സമ്മാന ജേതാവും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനുമായ അമർത്യ സെൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. ഏതാണ്ട് സമാനമായ നിരീക്ഷണമാണ് അടുത്തിടെ അദ്ദേഹം പങ്കിട്ടത്. BJPക്ക് അനുകൂലമായ ഒറ്റ കുതിരയോട്ടമായി ഈ തെരഞ്ഞെടുപ്പിനെ കരുതേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രാദേശിക പാർട്ടികളുടെ സാന്നിധ്യവും നിർണായകമാണ്. BJPയോട് അടുപ്പം പുലർത്തുന്നവർക്കും എതിരാളികൾക്കും 2024 ജനവിധി നിലനിൽപ്പിനുള്ള സമരമാണ്. ചെറുമീനുകളെ സ്രാവുകൾ എന്നതുപോലെ ചെറു പാർട്ടികളെ വിഴുങ്ങുന്ന രാഷ്ട്രീയം തുടർച്ചയായി BJP പ്രയോഗിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് സഖ്യങ്ങളുടെ തലങ്ങൾക്കപ്പുറം BJPയെ പ്രാദേശിക പാർട്ടികൾ നേരിടുന്ന തെരഞ്ഞെടുപ്പായി ഇത്തവണത്തെ പോരാട്ടം രൂപം കൊള്ളും എന്നാണ് അമർത്യ സെന്നിന്റെ അഭിപ്രായം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരമുള്ള 44 പ്രാദേശിക പാർട്ടികളാണ് രാജ്യത്തുള്ളത്. പ്രാദേശിക പാർട്ടികളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്ന ചില പാർട്ടികൾ സാങ്കേതിക കാരണങ്ങളാൽ ദേശീയ പാർട്ടി പട്ടികയിലേക്ക് മാറിയിട്ടുമുണ്ട്. TMC, ആം ആദ്മി പാർട്ടി, JDU, BSP, RJD, BJD തുടങ്ങിയവ ഉദാഹരണങ്ങൾ. സ്വതന്ത്ര ഇന്ത്യയിൽ 64 വരെ കോൺഗ്രസിന്റെ ഒറ്റപ്പാർട്ടി മേധാവിത്വമായിരുന്നു. ഒട്ടേറെ ചെറുപാർട്ടികൾ അക്കാലത്തുണ്ടായിരുന്നു എങ്കിലും അവ കേവലം സമ്മർദ്ദ ഗ്രൂപ്പുകളായിട്ടാണ് നിലയുറപ്പിച്ചത്. 64 ജവഹർലാൽ നെഹ്റുവിന്റെ മരണത്തോടെ ഈ നില മാറിത്തുടങ്ങി. 64 മുതൽ 77 വരെ ഒറ്റപ്പാർട്ടി സംവിധാനത്തെ വെല്ലുവിളിച്ച് പുതിയ പാർട്ടികൾ രൂപമെടുത്തു. 67 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മേധാവിത്വത്തിന് ക്ഷീണം സംഭവിച്ചു. ഇതോടെ പ്രാദേശിക പാർട്ടികൾ വളരാൻ തുടങ്ങി. 69 കോൺഗ്രസ് പിളർന്നതോടെ അടുത്ത ഘട്ടം ആരംഭിച്ചു. ഭരണത്തിലെത്തിയ ഇന്ദിരാഗാന്ധിക്കെതിരെ 71 മുതൽ പ്രതിഷേധ രാഷ്ട്രീയം രൂപമെടുത്തു. 75 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടെ എതിർപ്പ് രൂക്ഷമായി. ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് ആദ്യമായി ചെറുപാർട്ടികളുടെ ബഹുപാർട്ടി സംവിധാനം രൂപം കൊണ്ടു. ഇവർ കോൺഗ്രസിന്റെ മേധാവിത്വത്തിനെതിരെ പോരാടാൻ തുടങ്ങി. 77 തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് ആദ്യമായി സഖ്യ സർക്കാർ അധികാരമേറ്റു. എന്നാൽ ജനതാ സർക്കാരിന്റെ വീഴ്ചയോടെ 80 കോൺഗ്രസ് പ്രഭാവം വീണ്ടെടുത്തു. ഇതോടെ 80 മുതൽ 89 കാലഘട്ടത്തിൽ കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാരും സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ പ്രാദേശിക പാർട്ടികളും തമ്മിൽ തർക്കം പതിവായി. രാഷ്ട്രപതി ഭരണം എന്ന ആയുധം ഉപയോഗിക്കാൻ തുടങ്ങി. ഇതോടെ പ്രാദേശിക പാർട്ടികൾ ശക്തരായി. ഈ രാഷ്ട്രീയ ഭൂമികയിലാണ് പ്രാദേശിക പാർട്ടികളുടെ വേരോട്ടം ആരംഭിച്ചത്. 89 ശേഷം പല പ്രാദേശിക പാർട്ടികളും ശക്തി പ്രാപിച്ചു. 9 മുതൽ 15 വരെയുള്ള ലോക്സഭാ കാലയളവിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് സർക്കാരുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ പ്രാദേശിക പാർട്ടികളുടെ സഹായം വേണ്ടിവന്നു. ഇത് പ്രാദേശിക രാഷ്ട്രീയത്തിന് വളമായി. 99 BJP തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ 24 പ്രാദേശിക പാർട്ടികളുടെ സഖ്യമുണ്ടാക്കി അധികാരം നേടി. 96 ശേഷം 23 പ്രാദേശിക പാർട്ടികൾ ദേശീയ തലത്തിലും അധികാരം പങ്കിട്ടു. 2004 മുതൽ 2009 വരെയുള്ള UPA ഭരണകാലം പ്രാദേശിക പാർട്ടികളുടെ ദേശീയ സാന്നിധ്യം വീണ്ടും ശക്തമാക്കി. 2014 വീണ്ടും ഒറ്റപ്പാർട്ടി ഭരണം രാജ്യത്ത് തിരിച്ചെത്തിയെങ്കിലും പ്രാദേശിക പാർട്ടികൾക്ക് ദേശീയ സംസ്ഥാന തലങ്ങളിൽ മങ്ങലുണ്ടായില്ല. എന്നാൽ ഈ പ്രാദേശിക പാർട്ടികളെ മെരുക്കിയും കീഴ്പ്പെടുത്തിയും തങ്ങളുടെ രാഷ്ട്രീയ സാന്നിധ്യം വിപുലീകരിക്കാനുള്ള BJPയുടെ തന്ത്രങ്ങൾക്ക് ഇതോടെ തുടക്കമായി. BJPക്ക് അനുകൂലമായ ഒറ്റ കുതിരയോട്ടമായിരിക്കും തെരഞ്ഞെടുപ്പ് എന്ന് കരുതേണ്ടതില്ല. പ്രാദേശിക പാർട്ടികളുടെ സാന്നിധ്യം നിർണായകമാണ് എന്ന അമർത്യ സെന്നിന്റെ വിലയിരുത്തൽ ഈ തെരഞ്ഞെടുപ്പിലും വളരെ പ്രസക്തമാണ്. അമർത്യ സെൻ പല വിഷയങ്ങളിലും BJPക്കും കേന്ദ്ര സർക്കാരിനും എതിരെ പ്രതികരിക്കുന്ന വ്യക്തിയാണ്. ഇടത് ചായ്വുള്ള നിരീക്ഷണങ്ങളാണ് അദ്ദേഹം കൂടുതൽ നടത്താറ്. ഈ രാജ്യത്ത് ഭയപ്പെടേണ്ട കാര്യങ്ങളുണ്ടെന്ന് നേരത്തെ ഇദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. രാജ്യത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളിൽ ആശങ്കയുണ്ടെന്നും മനുഷ്യർ ഐക്യമുണ്ടാക്കാൻ വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എനിക്ക് ഈ രാജ്യം ഐക്യത്തോടെ നിൽക്കണം എന്നാണ് ആഗ്രഹം. ചരിത്രപരമായി സ്വതന്ത്ര ചിന്താഗതിയുള്ള രാജ്യത്ത് മനുഷ്യർക്കിടയിൽ ചേരിതിരിവിന്റെ ആവശ്യമില്ല. എങ്കിലും ഇവിടെ ഭയപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന കാര്യം അമർത്യ സെൻ ചൂണ്ടിക്കാട്ടിയിരുന്നു.